BSc Complementary Physics. And this is semester 2, Complementary Electronics. BSc, this is for BSc Physics main, Complementary Electronics, semester 2. And today we start the chapter number 20, Load Line and DC bias circuits. Complementary Electronics, semester 2, chapter 20, Load Line and DC bias circuits. So today we see mainly the DC load line, class number 41. അപ്പോൾ ഇത് കോംപ്ലിമെൻ്ററി ഇലക്ട്രോണിക്സിൻ്റെ ടോപ്പിക്കാണ് BSc ഫിസിക്സ് മെയിൻ സ്റ്റുഡൻസിൻ്റെ സബ്ജക്റ്റ്. അതിൽ ലോഡ് ലൈൻ ആൻഡ് DC ബയോ സർക്യൂട്ട്സ് എന്നൊരു പാർട്ടുണ്ട്. അതാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. So to understand the DC load line, the Q point, etc., we have to study what are the transistor characteristics. And transistor characteristics are coming in chapter number 18 that we saw. Now I am refreshing the idea. Transistor characteristics. A transistor has three sets of characteristics. Number 1, input characteristics. Number 2, output characteristics. Number 3, transfer characteristics. അപ്പോൾ നമ്മൾ ചാപ്റ്റർ 18 പഠിക്കുന്നതാണ് ട്രാൻസിസ്റ്ററിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൻ്റെ കർവ് എങ്ങനെയാണ് ഇൻപുട്ട് കറണ്ട് ഔട്ട്പുട്ട് വോൾട്ടേജ് ഒക്കെ വേരി ചെയ്യുന്നത് എന്ന് കാണിക്കുന്ന കർവുകളാണ്. അത് നമ്മൾ നേരത്തെ പഠിച്ചതാണ്. അപ്പോൾ ഇവിടെ ഈ DC ലോഡ് ലൈൻ മനസ്സിലാക്കാൻ ഈ കർവുകൾ എന്താണെന്ന് ഒരിക്കൽ കൂടി ഒന്ന് ഓർക്കണം. ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക്സ്, ഏതൊക്കെയാണ് ക്യാരക്ടറിസ്റ്റിക് കർവ്സ്? ഒരു ട്രാൻസിസ്റ്ററിൻ്റെ 3 സെറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഉള്ളത്. ഒന്നാമത്തേനെ വിളിക്കുന്ന ഇപ്പോൾ ഇൻപുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, രണ്ടാമത്തേതിനെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, മൂന്നാമത്തേന് ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ്. അത് ഓരോ കേസിലും 3 എണ്ണം വീതമുണ്ട്. ഒരു സെറ്റിലും 3 സെറ്റാണ് ഉള്ളത്. അതായത് CB ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ്, CE ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് CC ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. അതിൽ ഈ രണ്ടാമത്തെ ടൈപ്പ് CE ക്യാരക്ടറിസ്റ്റിക്സ്, കോമൺ എമിറ്റഡ് ട്രാൻസിസ്റ്റർ ക്യാരക്ടറിസ്റ്റിക്സ്. CE ട്രാൻസിസ്റ്ററാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് നമുക്കറിയാം. മോസ്റ്റ് ഓഫ് ദ യൂസസ് അത് CE ട്രാൻസിസ്റ്റർ ഉപയോഗിച്ചാണ്. അതുകൊണ്ട് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുത്ത് കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ CE ക്യാരക്ടറിസ്റ്റിക്സ് വെച്ചാണ് ഇവിടെ ഈ DC ലോഡ് ലൈൻ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. വി എക്സ്പ്ലെയിൻ ദ DC ലോഡ് ലൈൻ യൂസിങ് the common emitter characteristics of a transistor, because common emitter circuit is more popular than the other 2 circuits. So this is the input characteristics. Input characteristics, they are drawn at a constant VCE values. Constant VCE values. VBE, base emitter voltage, is taken on the x-axis, and base current IB is taken on the y-axis. IB is taken on the y-axis and VB is taken on the x-axis. So input characteristics of a common emitter transistor is VBE IB curve. VBE IB curve. They are IB VB curve. അങ്ങനെ പറയാമല്ലോ നമുക്ക്. IB VB curves for different output voltages. Output voltages VCB. These characteristics, CHS, you read characteristics. These CHS resemble a family of forward biased diode characteristics. A family of forward biased diode characteristics. So look here, what are input characteristics? They are IB VB curves for different output voltages VCB ആണ് നമ്മൾ ആ ഗ്രാഫിൻ്റെ അറ്റത്തെ മുകളിൽ എഴുതിയിരിക്കുന്നത്. These characteristics resemble a family of forward biased diode characteristics. അപ്പോൾ അതാണ് ഒന്നാമത്തെ സെറ്റ്. രണ്ടാമത്തെ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ്, ദേ ആർ VCE IC curve at a constant IB.
They are VCE, IC curve with a quotient IB. They are shown in the figure. These are output characteristics. We can explain these curves using the same lines that we have seen above. ഇപ്പം മുകളിൽ കൊടുത്തിരിക്കുന്ന അതേ ലൈൻ വെച്ച് വേണമെങ്കിൽ ഇവിടെ ഒരു സെൻറ്റൻസ് പറയാവുന്നതാണ്. അപ്പോൾ അതിൻ്റെ വൈ ആക്സിസിൽ നമ്മൾ ഐ സി ആണ് എടുക്കുന്നത്, എക്സ് ആക്സിൽ വി സി എടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെ തന്നെ എഴുതാം. ദേ ആർ ഐ സി വി സി കർവ് അറ്റ് കോൺസ്റ്റൻറ്റ് ഐ ബി വാല്യൂസ് 30 മൈക്രോ ആംബിയർ 20 മൈക്രോ ആംബിയർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പ്ലനേഷൻ തനിയെ നടത്താവുന്നതേ ഉള്ളൂ. The last one is the transfer characteristics. Transfer characteristics. You write the heading. Transfer characteristics. They are IB IC curve. IB IC curve at a constant VCE, and from this we can draw in this graph we can draw a triangle and find a slope. Slope is delta IC by delta IB, which is beta. The current gain for AC values, AC current gain delta IC by delta IB, that is written at the top of this slide. That can be written found from this graph. At the top you write transfer characteristics. ഇപ്പം 3 എന്ന നമ്പർ ചെയ്തിട്ട് ഈ ഗ്രാഫിൻ്റെ മുകളിൽ ട്രാൻസ്ഫർ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് എഴുതണം. അപ്പോൾ ഏതെങ്കിലും ക്വസ്റ്റനൊക്കെ ചോദിക്കാവുന്നതാണ്. അത് നമ്മൾ നേരത്തെ പഠിക്കുന്നതാണ്, അതുകൊണ്ട് ഇത് ഒരു റിപ്പീറ്റേഷനാണ്. ഗീവ് ദി ഷേപ്പ് ഓഫ് ഡിഫറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ. ഗീവ് ദ ഷേപ്പ് ഓഫ് ഡിഫറൻറ്റ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ട്രാൻസിസ്റ്റർ. ഇനിയാണ് നമ്മൾ ഡി സി ലോഡ് ലൈൻ, നമ്മുടെ സബ്ജക്റ്റ്, ഈ ക്ലാസ്സിലെ സബ്ജക്റ്റ് പ്രധാനമായിട്ട് പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ആ പടത്തിൽ കാണിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡ് നോക്കുക, അത് ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. വി സി ഐ സി കർവാണ് അറ്റ് കോൺസ്റ്റന്റ് ഐ ബി. അങ്ങനെയുള്ള സെറ്റ് ഓഫ് കർവ്സ് നമ്മൾ ആ മുകളിൽ കണ്ട രണ്ടാമത്തെ സെറ്റ് കർവ് റീഡ്രോ ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ പുറത്ത് കൂടി ഒരു ലൈൻ വരച്ചിട്ടുണ്ട്, എ ബി ലൈൻ. ആ എ ബി ലൈനെ വിളിക്കുന്ന പേരാണ് ഡി സി ലോഡ് ലൈൻ. എ ബി ലൈനെ വിളിക്കുന്ന പേരാണ് ഡി സി ലോഡ് ലൈൻ എന്ന് പറയുന്നത്. അതെങ്ങനെ വരക്കും എന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പോൾ ഡി സി ലോഡ് ലൈൻ എ ബി ഇസ് എ സ്ട്രൈറ്റ് ലൈൻ. അതിൻ്റെ താഴെ നമ്മൾ എഴുതിയിട്ടുണ്ട് വി സി സി. ആ താഴത്തെ ബിയിലെ പോയിന്റിലെ വോൾട്ടേജ് വി സി സി ആണ്, സപ്ലൈ വോൾട്ടേജ് ആണ്. മുകളിൽ എയിലെ പോയിന്റിലെ കറണ്ട് അത് ഐ സി സാച്ചുറേഷൻ എന്ന് പറയും, ഐ സി സാറ്റ് എന്ന് പറയും. അതിൻ്റെ വാല്യൂ വി സി സി ബൈ ആർ സി എന്നുള്ളതാണ്. വി സി സി ബൈ ആർ സി ഓർ ആർ എൽ വി ക്യാൻ റൈറ്റ്. അപ്പോൾ അതിൻ്റെ സർക്യൂട്ടാണ് കാണിച്ചിരിക്കുന്നത്. ട്രാൻസിസ്റ്റർ നമ്മൾ വരച്ചിട്ടുണ്ട്, കോമൺ എമിറ്റർ ട്രാൻസിസ്റ്ററാണ്. ഇൻപുട്ട് വോൾട്ടേജ്, ഇൻപുട്ട് ബയസ് വി ബി ബി, ഔട്ട്പുട്ട് വോൾട്ടേജ്, ഔട്ട്പുട്ട് ബയസ് വി സി സി. 2 സെറ്റ് ബാറ്ററി കൊടുത്തിട്ടാണ് നമ്മളിവിടെ സർക്യൂട്ട് വരച്ചിരിക്കുന്നത്. ആ ട്രാൻസിസ്റ്ററിന് അക്രോസ് വോൾട്ടേജ് വി സി ഇ എന്ന് പറയും, വി സി ഇ എന്ന് പറയും. പിന്നെ കളക്ടർ കറണ്ട് ഐ സി ആണ്, ബേസ് കറണ്ട് ഐ ബി ആണ്, എമിറ്റർ കറണ്ട് ഐ ഇ ആണ്. 2 സെറ്റ് ബാറ്ററി ഉണ്ട്, വി ബി ബി, വി സി സി. അപ്പോൾ ഇത് വെച്ചാണ് വരയ്ക്കുന്നത്. ഓരോ നിശ്ചിതമായ വി സി വാല്യൂ കൊടുക്കും. അന്നേരം ഐ ബി കോൺസ്റ്റൻ്റ് എഴുതണം. ഐ ബി നമ്മൾ ഒരു 40 അല്ലെങ്കിൽ 30 മൈക്രോ ആമ്പിൽ വെച്ചിട്ട് വ്യത്യസ്തമായ വി സി കൊടുക്കണം. അപ്പോൾ അങ്ങനെ കിട്ടുന്ന ഗ്രാഫുകളാണ്. ഈ ഗ്രാഫിൽ എങ്ങനെയാണ് ഡി സി ലോഡ് ലൈൻ വരയ്ക്കുക എന്ന് മനസ്സിലാക്കുക. ആദ്യം ഈ 2 ചിത്രങ്ങൾ വരയ്ക്കുക, ആ സർക്യൂട്ട് ഡയഗ്രവും അതിൽ നിന്ന് ആ ഗ്രാഫ്. എ ബി പ്രത്യേകം കാരണം. അപ്പോൾ ഈ ഗ്രാഫ് എ ബിയെ വിളിക്കുന്ന പേര് ഡി സി ലോഡ് ലൈൻ. അത് അഡീഷണൽ ആയിട്ട് വരയ്ക്കുന്ന ഒരു ഗ്രാഫാണ്. അത് വരയ്ക്കാനായിട്ട് നമ്മളൊരു ഇക്വേഷൻ ആദ്യമേ കണ്ടുപിടിച്ച് എഴുതണം. കൺസിഡർ എ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ആണത്. അതായത് ചെറിയ വോൾട്ടേജിനെ വലുതാക്കി മാറ്റുന്ന ഡിവൈസുകളാണ്. കൺസിഡർ എ കോമൺ എമിറ്റർ ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ. സി ഫിഗർ. വി സി സി ഇസ് സപ്ലൈ വോൾട്ടേജ്, ആർ സി ഇസ് ദി കളക്ടർ ലോഡ് ആൻഡ് ഐ സി ഇസ് ദി കളക്ടർ കറണ്ട്. apply Kirchhoff's law, Kirchhoff's voltage law, KVL at the collector emitter circuit. We can write VCC equal to ICRC plus VC. അതായത് നമ്മൾ ആ കളക്ടർ സർക്യൂട്ടിൽ കെ വി എൽ അപ്ലൈ ചെയ്യാണ്. ബി സി സപ്ലൈ ഇത് കാണുന്നതാണ് പി സി സി. ഇത് ബി സി സപ്ലൈ. അത് അപ്ലൈ ചെയ്യുമ്പോൾ അത് കറണ്ട് ഒഴുകും. ട്രാൻസിസ്റ്റർ അക്രോസ് വോൾട്ടേജ് വി സി ഇ, ആ ലോഡിലെ വോൾട്ടേജ് പി ഡി ഐ സി ആർ സി.
അപ്പോൾ അവ രണ്ടും കൂട്ടുമ്പോൾ സപ്ലൈ വോൾട്ടേജ് കിട്ടും. സോ ദ സപ്ലൈ വോൾട്ടേജ് ഈസ് ഗിവൺ ബൈ VCC ഈക്വൽ ടു ICRC പ്ലസ് VCE. അതൊന്ന് മോഡിഫൈ ചെയ്തിട്ട് നമ്മുടെ ICയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം അതിനകത്ത് നിന്ന്. അതിന് നമ്മൾ VC റൈറ്റ് സൈഡിൽ കൊണ്ടുപോകണം. അപ്പോൾ ICRC ഈസ് ഈക്വൽ ടു VCC മൈനസ് VC എന്ന് കിട്ടും. RC കൊണ്ട് RHS ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് RHS ബൈ RC വി ഗെറ്റ് IC ഈസ് ഈക്വൽ ടു -1 ബൈ RC VC നമ്മൾ ആദ്യം എഴുതി. VC ടൈം ആദ്യം എഴുതി. അത് മൈനസ് ആയതുകൊണ്ടാണ് -1 ബൈ RC എന്നിടുന്നത്. RC കൊണ്ടാണ് ഭാഗിക്കുന്നത്. ഡിവൈഡ് ബൈ RC. സോ വി ഗെറ്റ് IC ഈസ് ഈക്വൽ ടു -1 ബൈ RC VC പ്ലസ് VCC ബൈ RC. Equation number 1. This is an important equation. This is actually the load line equation. This is the equation for a straight line in the form y is mx plus c. ഈ ഇക്വേഷൻ y is mx plus c എന്ന സ്ട്രൈറ്റ് ലൈൻ ഇക്വേഷനാണ്. നമ്മൾ അനലിറ്റിക് ജോമെട്രിയിൽ സ്ട്രൈറ്റ് ലൈനിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ പഠിക്കാറുണ്ട്. y, it is the y coordinate, m is slope, x is the x coordinate and c is the y intercept. ഇങ്ങനെ ഒരു ഇക്വേഷൻ പഠിക്കാറുണ്ട്. y is mx plus c. അതിന് സമാനമാണ് മുകളിൽ കാണുന്ന ഇക്വേഷൻ. വൈക്ക് പകരം IC, എമ്മിന് പകരം -1 ബൈ RC, പിന്നെ എക്സിന് പകരം VCE, പിന്നെ സിക്ക് പകരം y ഇൻ്റർസെപ്റ്റിന് പകരം VCE ബൈ RC, VCC ബൈ RC. Y intercept is VCC by RC, where m is equal to -1 by RC and c is equal to VCC by RC. This straight line AB drawn on the output characteristics of a transistor is called DC load line. ഇതിനെയാണ് നമ്മൾ DC ലോഡ് ലൈൻ എന്ന് വിളിക്കുക. അപ്പോൾ ഇത് ഈ കാണുന്നത് ഇക്വേഷൻ പോലെ സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ നമ്മൾ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൻ്റെ പുറത്ത് വരച്ചാൽ കിട്ടുന്ന AB സ്ട്രെയിറ്റ് ലൈൻ വിളിക്കുന്ന പേരാണ് DC ലോഡ് ലൈൻ. DC ലോഡ് ലൈൻ ഈസ് എ സ്ട്രെയിറ്റ് ലൈൻ drawn on the output characteristics using equation number 1 shown above. ഈ ഗ്രാഫിൽ 2 പോയിന്റ് ഉണ്ട്. അത് ടോപ്പ് പോയിന്റ് IC സാറ്റ്, അതുപോലെ തന്നെ ബോട്ടം പോയിന്റ് ഉണ്ട്. അല്ലെങ്കിൽ ബോട്ടം പോയിന്റ് നമ്മൾ കട്ട് ഓഫ് പോയിന്റ് എന്നും ടോപ്പ് പോയിന്റ് സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറയും. അതായത് കട്ട് ഓഫ് പോയിന്റ് എന്ന് പറഞ്ഞാൽ കറണ്ട് കട്ട് ഓഫ്, കറണ്ട് ഇല്ലാതെ വരുന്ന പോയിന്റാണ് കറണ്ട് കട്ട് ഓഫ് പോയിന്റ്. സാച്ചുറേഷൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ മാക്സിമം കറണ്ട് പോയിന്റാണ്, മാക്സിമം കറണ്ട് പോയിന്റാണ്. To draw the DC load line, 2 points are required. They are 1 saturation point, 2 cutoff point. DC ലോഡ് ലൈൻ വരയ്ക്കാൻ നമുക്ക് 2 പോയിന്റുകൾ ആവശ്യമാണ്. ഒന്നാമത്തേന് സാച്ചുറേഷൻ പോയിന്റ് എന്നും രണ്ടാമത്തേന് കട്ട് ഓഫ് പോയിന്റ് എന്നും വിളിക്കും. അറ്റ് എ എന്ന് പറഞ്ഞാൽ ടോപ്പ് പോയിന്റാണ്, അത് സാച്ചുറേഷൻ പോയിന്റാണ്. അത് y ആക്സിലെ പോയിന്റാണ്. y ആക്സിലെ x കോർഡിനേറ്റ് 0 ആണ്. VC equal to 0, VCE equal to 0. Then equation 1, from 1 we get IC is equal to VCC by RC. അങ്ങനെ A എന്നുള്ള പോയിന്റ് കിട്ടി. അതാണ് IC സാറ്റ്, സാച്ചുറേഷൻ കറണ്ട്. അറ്റ് B IC, B എന്ന് പറയുന്നത് x ആക്സിലെ പോയിന്റാണ്. x ആക്സിലെ കറണ്ട് 0 ആയിരിക്കും. IC 0. From equation 1 we get VCE equal to VCC. അതായത് കട്ട് ഓഫ് പോയിന്റ്, കറണ്ട് കട്ട് ഓഫ്. IC 0 എന്ന് പറഞ്ഞാൽ കറണ്ട് കട്ട് ഓഫ്. IC 0 മീൻസ് കറണ്ട് കട്ട് ഓഫ്. അറ്റ് കറണ്ട് കട്ട് ഓഫ് വി ഗെറ്റ് VCE equal to VCC. Definition of DC load line. Definition of DC load line. You look. The DC load line is the line on the output CHS characteristics, output CHS of a transistor which gives 0 signal values of IC and VC. സിഗ്നൽ കൊടുക്കാത്തപ്പോൾ, സിഗ്നൽ വെച്ചാൽ AC ആണ്, നമ്മൾ ആംപ്ലിഫയർ ഉപയോഗിക്കുമ്പോൾ സിഗ്നൽ കൊടുക്കേണ്ടി വരും. ഇത് സിഗ്നൽ കൊടുക്കുന്ന മുമ്പ് പറയുന്ന കാര്യങ്ങളാണ്, ബയസിങ് വോൾട്ടേജിൻ്റെ കാര്യമാണ്. അപ്പോൾ 0 സിഗ്നൽ വോൾട്ടേജ് എന്നാണ് ഡെഫിനിഷനിൽ പറയേണ്ടത്. നമ്മൾ സിഗ്നൽ ACയെ വിളിക്കുന്ന പേരാ സിഗ്നൽ. നമ്മൾ ഒരു ചെറിയ സിഗ്നൽ കൊടുത്തിട്ട് വലിയ സിഗ്നൽ ഉണ്ടാക്കുന്നതാണ് ആംപ്ലിഫയർ. ഇപ്പോൾ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്നതിലേക്ക് വരുന്നില്ല, അതിന് മുമ്പ് ബയസിംഗ് ആണ്. ബയസിംഗ് നടത്തിയാലേ ട്രാൻസിസ്റ്റർ ഒരു ആംപ്ലിഫയർ ആയിട്ട് വർക്ക് ചെയ്യുള്ളൂ. കാരണം ഈ ട്രാൻസിസ്റ്റർ ചെയ്യുന്നത് പുതിയ കറണ്ട് ഉൽപ്പാദനമല്ല, മറിച്ച് നമ്മൾ കൊടുക്കുന്ന DCയെ
ആ എ സിക്ക് ഒപ്പം കൺവേർട്ട് ചെയ്ത് തരികയാണ്. അതുകൊണ്ട് ഇവിടെ ലോഡ് ലൈൻ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മൾ സീറോ സിഗ്നൽ കറണ്ട് അല്ലെങ്കിൽ സീറോ സിഗ്നൽ വാല്യൂസ് എന്ന് പറയേണ്ടി വരും. The load line is the line on the output characteristics of a transistor which gives zero signal values of IC and VCE. ഇനി ഇതിനകത്തൊരു പോയിന്റ്, ഓപ്പറേറ്റിംഗ് പോയിന്റ് Q. ഈ ഓപ്പറേറ്റിംഗ് പോയിന്റ് ഈ പടത്തിൽ കാണിച്ചിട്ടുണ്ട്. നോക്കിയേ, നമ്മൾ ഒരു ഔട്ട്പുട്ട് ക്യാരക്ടേഴ്സ് വരച്ചിട്ട് എ ബി ലൈൻ വരച്ചിട്ട് Q എന്നൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ എ ബി ലൈനും നമ്മൾ വരച്ചിരിക്കുന്ന ഔട്ട്പുട്ട് CHS തമ്മിൽ കട്ട് ചെയ്യുന്നൊരു പോയിന്റ് ക്യൂ പോയിന്റ് DC ലോഡ് ലൈനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എന്താണ് ക്യൂ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് പോയിന്റ് എന്ന് പറയും, അല്ലെങ്കിൽ ക്യൂസെൻറ്റ് പോയിന്റ് എന്ന് പറയും. ക്യൂസെൻറ്റ് പോയിന്റ്, ഓപ്പറേറ്റിംഗ് പോയിന്റ് Q ഈസ് ഡിഫൈൻഡ് ആസ് ദി പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഓഫ് ലോഡ് ലൈൻ ഫോർ എ ഗിവൺ വാല്യൂ ഓഫ് IB. IBയുടെ ഒരു പ്രത്യേക വാല്യൂവിൽ വെച്ച് ഈ DC ലോഡ് ലൈൻ ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിനെ കട്ട് ചെയ്യുന്ന പോയിന്റാണ്. IBയുടെ ഒരു പ്രത്യേക വാല്യൂവിലുള്ള ഔട്ട്പുട്ട് ക്യാരക്ടറിസ്റ്റിക്സിൽ DC ലോഡ് ലൈൻ കട്ട് ചെയ്യുന്ന പോയിന്റാണ് ക്യൂ പോയിന്റ്. ഓപ്പറേറ്റിംഗ് പോയിന്റ് Q വി റൈറ്റ് ആസ് VCIC. നമ്മളൊരു പോയിന്റ് കാണിക്കുന്നത് XY എന്നുള്ള കോർഡിനേറ്റ് ഉപയോഗിച്ചാണല്ലോ. അപ്പോൾ XY കോർഡിനേറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ക്യൂ പോയിന്റ് കാണിക്കുക. അപ്പോൾ Q നമ്മൾ എസ് കോർഡിനേറ്റ് VC ആണ്, Y കോർഡിനേറ്റ് IC ആണ്. അപ്പോൾ VCQ ICQ, അതാണ് ക്യൂ പോയിന്റ്. Q point is also called Quiescent point. Quiescent, QUIESCENT, Quiescent point. അത് സൈലൻറ്റ് പോയിന്റ് എന്ന് പറയും, സൈലൻറ്റ് പോയിന്റ്. അപ്പോൾ ഈ പോയിന്റിൽ വർക്ക് ചെയ്യുമ്പോഴാണ് ട്രാൻസിസ്റ്റർ സൈലൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഓപ്പറേറ്റിംഗ് പോയിന്റ്? It is called a silent point because quiescent point, because at this point the transistor is silent in the absence of signal. അപ്പോൾ സിഗ്നൽ കൊടുക്കാത്തത് കൊണ്ട് ഈ ക്യൂ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സൈലന്റ് പോയിന്റ്, ക്യൂസെൻറ്റ് പോയിന്റ് എന്ന് വിളിക്കും. The most proper position of Q point is VC equal to half VCC. ഹാഫ് VCCയുടെ പകുതി, അതായത് ഈ എ ബി ലൈൻ്റെ നടുക്ക് വരുന്ന പോയിൻ്റാണ് ഈ ക്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും പറ്റിയ പൊസിഷൻ. ക്യൂ പോയിൻറ്റിൻ്റെ ഏറ്റവും യോജിച്ച പൊസിഷൻ എന്ന് പറഞ്ഞാൽ എ ബി ലോഡ് ലൈനിൻ്റെ മിഡ് പോയിൻറ്റിൽ വരുന്ന ആ പോയിൻ്റ് ക്യൂ പോയിൻറ്റ്, VCIC, Q. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. എക്സ്പ്ലെയിൻ ലോഡ് ലൈൻ ആൻഡ് ഇറ്റ്സ് യൂസ്. ലോഡ് ലൈനും അതിൻ്റെ ഉപയോഗവും പറയുക. അപ്പോൾ ഉപയോഗം ഞാൻ താഴെ ചെയ്തിട്ടുണ്ട്. ദിസ് ലൈൻ ഈസ് യൂസ്ഫുൾ ഫോർ അനലൈസിങ് ആൻഡ് ഡിസൈനിങ് ആംപ്ലിഫയേഴ്സ്. ട്രാൻസിസ്റ്റർ ആംപ്ലിഫയർ ഡിസൈൻ ചെയ്യാനും ആ സർക്യൂട്ട് അനലൈസ് ചെയ്യാനും ഈ ക്യൂ പോയിൻ്റ് അത്യാവശ്യമാണ്. ക്യൂ പോയിൻ്റ് എപ്പോഴും എ ബി ലോഡ് ലൈനിൻ്റെ നടുക്ക് തന്നെ വരണം. അപ്പോഴാണ് ആംപ്ലിഫയറിൻ്റെ പ്രവർത്തനം വളരെ സ്മൂത്തായി നടക്കുന്നത്. Question number 2, explain load line, DC load line and operating point. DC load line operating point explain ചെയ്യുക. Operating point we write as Q and it is VCIC. That you read and explain. That is all with this class number 41. Thank you very much.